വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനും യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷന് അതുപോലെ തന്നെ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്താണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. 2 കാർഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് വന്നിരിക്കുന്നതെന്ന്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഏസ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ വരുന്നത് 10 ഓഫ് വാൺസ് ആണ്. അതായത് രണ്ടും ഫയർ എനർജിയാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യം പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ കാണിക്കുന്നത്. രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടായിരിക്കാം. പോകുന്ന വഴിയിൽ അതിൻ്റേതായ തടസ്സങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. എന്നാലും അതിനെ ധൈര്യത്തോടെ സ്റ്റാർട്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതൊരു കരിയർ ആകാം, റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം, പുതിയ ജോലി ആയിരിക്കാം. അതിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതാണ് നിങ്ങളുടെ കറണ്ട് എനർജി കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭാരം കുറയുകയും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവരോടുകൂടി നിങ്ങളുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാരങ്ങളോ അതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ആശ്വാസവും കിട്ടുന്നതാണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സ്റ്റേ ബ്ലെസ്ഡ്. ടേക്ക് കെയർ.